നമ്മളെല്ലാവരും കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് ദേശാടന പക്ഷികൾ എന്നത്. അതായത് ഓരോ കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് അല്ലെങ്കിൽ അവരുടെ പ്രജനനത്തിന് വേണ്ടിയിട്ട് അവർ ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് യാത്ര ചെയ്യുന്നത്. പക്ഷികളിലാണ് പൊതുവെ ഇക്കൂട്ടരെ കാണുന്നതെങ്കിലും മത്സ്യങ്ങളിലും ഇക്കൂട്ടരെ കാണാൻ കഴിയും. വെൽക്കം ടു മോഷൻ ബുക്സ്, ഇറ്റ്സ് ഇൻഫോടെക്. സാൽമൺ ഫിഷ് എന്നത് നമ്മൾ എല്ലാവരും കേട്ടിട്ടുള്ള ഒരു മത്സ്യമാണ്. വളരെ രുചിയുള്ള മത്സ്യവിഭവം ആണിത്. പച്ച മത്സ്യം മെയിൻ ഇൻഗ്രീഡിയന്റായി വരുന്ന സൂഷി എന്ന ഭക്ഷണത്തിൽ അധികവും ഉപയോഗിക്കുന്ന വളരെ ഡിമാൻഡുള്ള മത്സ്യവിഭവമാണ് സാൽമൺ. വളരെ രുചിയോടുകൂടി നമ്മെ ആനന്ദിപ്പിക്കുന്ന സാൽമൺ മത്സ്യത്തിന് വളരെ സെന്റിമെന്റൽ ആയ ഒരു പാസ്റ്റ് ഉണ്ട്. സാൽമൺ ഫിഷിന്റെ ജനനവും ജീവിത രീതിയും വളരെയേറെ പ്രത്യേകതകൾ നിറഞ്ഞതാണ്. പക്ഷികൾ ദേശാടനം നടത്തുന്ന പോലെ സാൽമൺ മത്സ്യവും ദേശാടനം നടത്തുന്നവയാണ്. പുഴയിലൂടെയും കടലിലൂടെയും ദേശാടനം നടത്തുന്ന, അതായത് കിലോമീറ്ററുകളോളം ദേശാടനം നടത്തുന്നവരാണ് നമ്മുടെ സാൽമൺ ഫിഷുകൾ. വടക്കേ അമേരിക്കയുടെ പടിഞ്ഞാറൻ തീരങ്ങളിലാണ് ഇവയെ കൂടുതലായും കാണപ്പെടുന്നത്. പെൺ സാൽമൺ മത്സ്യങ്ങൾ ശുദ്ധജലത്തിൽ മുട്ടയിടുന്നതോടെ തുടങ്ങും ഇവയുടെ ജീവിതചക്രം. മുട്ട വിരിഞ്ഞിറങ്ങുന്ന സാൽമൺ കുഞ്ഞുങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ സ്വയം പര്യാപ്തത നേടുന്നു. ശുദ്ധജലത്തിലും കടൽ ജലത്തിലും ഒരുപോലെ ജീവിക്കാൻ കഴിയുന്ന ജലജീവികൾ വളരെ അപൂർവമാണ്. കടൽ ജലത്തിലും ശുദ്ധജലത്തിലും ജീവിക്കാൻ കഴിയുന്ന ഒരു അപൂർവ മത്സ്യമാണ് സാൽമൺ മത്സ്യം. ശുദ്ധജലത്തിൽ സാൽമൺ മത്സ്യങ്ങളുടെ മുട്ട വിരിയുന്നു. അതിനുശേഷം ഏകദേശം 1 വർഷത്തോളം ഇവ ശുദ്ധജലത്തിൽ ജീവിക്കുന്നു. ശേഷം ഒരു പ്രഭാതത്തിൽ സാൽമൺ മത്സ്യങ്ങൾ കൂട്ടത്തോടെ തിരികെ സമുദ്രത്തിലേക്ക് തിരിക്കുന്നു. മാസങ്ങളോളം നീണ്ടു നിൽക്കുന്ന ഈ യാത്രക്കിടയിൽ അവ സമുദ്രജലത്തിൽ ജീവിക്കാനുള്ള ശരീരഘടന നേടിയെടുക്കുന്നു. പിന്നീട് 3 വർഷം മുതൽ 6 വർഷം വരെ സാൽമൺ മത്സ്യങ്ങൾ സമുദ്രത്തിലാണ് ജീവിക്കുന്നത്. ശുദ്ധജലത്തിൽ ജനിച്ച് അവിടെ നിന്നും തിരികെ സമുദ്രത്തിലേക്ക് എത്തി വീണ്ടും തിരിച്ച് ശുദ്ധജലത്തിലേക്കുള്ള യാത്രയിൽ അവ പലപ്പോഴും മീൻപിടുത്തക്കാരുടെയും അവയെ ഭക്ഷണമാക്കുന്ന ജീവികളുടെയും വായിൽ അകപ്പെടുന്നു. സാൽമൺ മത്സ്യങ്ങളുടെ പ്രജനന സമയമാകുമ്പോൾ ഏകദേശം 7000 മൈലുകൾ താണ്ടി അവർ ജനിച്ച നദിയിലേക്ക് തന്നെ തിരികെ പോകുന്നു. തിരികെ ആ നദിയിലെത്തിയവർ മുട്ടകളിടുന്നു. വളരെ സുരക്ഷിതമായ പാറയിടുക്കുകളായിരിക്കും അവ മിക്കവാറും മുട്ടയിടുന്നത്. മുട്ടയിടുന്ന ഇണയെ ആകർഷിക്കുവാൻ സാൽമൺ മത്സ്യം നിറം മാറുന്നു. പസഫിക് സാൽമൺ തങ്ങളുടെ മുഴുവൻ ഊർജവും തങ്ങളുടെ വീട്ടിലേക്ക്, അതായത് നദിയിലേക്ക് മടങ്ങുന്നതിനും മുട്ട ഉണ്ടാക്കുന്നതിനും കൂട് കുഴിക്കുന്നതിനും ഉപയോഗിക്കുന്നു. അവരിൽ ഭൂരിഭാഗവും ശുദ്ധജലത്തിലേക്ക് മടങ്ങുമ്പോൾ ഭക്ഷണം കഴിക്കുന്നത് നിർത്തുന്നു. അതുകൊണ്ട് തന്നെ മുട്ടയിട്ട് കഴിഞ്ഞാൽ സമുദ്രത്തിലേക്കുള്ള മടക്കയാത്രയ്ക്ക് ഊർജം അവശേഷിക്കുന്നില്ല. അവ മരിച്ചതിന് ശേഷം മറ്റു മൃഗങ്ങൾ അവയെ ഭക്ഷിക്കുന്നു. പക്ഷേ ആളുകൾ ഇങ്ങനെ ചാകുന്ന സാൽമൺ ഫിഷ് കഴിക്കാറില്ല. മറ്റു മത്സ്യങ്ങൾ കഴിച്ചില്ലെങ്കിൽ അവ വിഘടിക്കുന്നു, അരുവിയിൽ പോഷകങ്ങൾ ചേർക്കുന്നു. പസഫിക് സാൽമണിൽ നിന്നും വ്യത്യസ്തമായി അറ്റ്ലാന്റിക് സാൽമൺ മുട്ടയിട്ടതിന് ശേഷം മരിക്കില്ല. അതിനാൽ പൂർണ്ണ വളർച്ചയെത്തിയ സാൽമണുകൾക്ക് വർഷങ്ങളോളം മുട്ടയിടുന്ന ചക്രം ആവർത്തിക്കാം. അല്ലാത്ത പസഫിക് സാൽമണുകൾ മുട്ടയിട്ടതിന് ശേഷം അവിടെ വെച്ച് തന്നെ പിടഞ്ഞു മരിക്കുന്നു. ശക്തരെങ്കിൽ പുരുഷന്മാർക്ക് നിരവധി പെൺമത്സ്യങ്ങളോടൊപ്പം ബ്രീഡ് ചെയ്യാം. എന്നാൽ പെൺമത്സ്യങ്ങൾക്ക് സാധാരണയായി ഒരു പുരുഷനോടൊപ്പം മാത്രമേ മേറ്റ് ചെയ്യാറുള്ളൂ. മുതിർന്നവർ മുട്ടയിടുന്ന സ്ഥലത്തെത്തിക്കഴിഞ്ഞാൽ ഇതിനെല്ലാം 1-2 ദിവസം മാത്രമേ എടുക്കുന്നുള്ളൂ. പലപ്പോഴും ഫ്രഷ് വാട്ടറിൽ വെച്ച് തന്നെ രക്ഷകർത്താക്കളെ നഷ്ടപ്പെടുന്ന ഈ മത്സ്യക്കൂട്ടങ്ങൾ എങ്ങനെയാണ് കടലിലേക്ക് എത്തുന്നത്? മാതാപിതാക്കൾ കടന്നു വന്ന വഴി ഇവർ എങ്ങനെ അറിയും? ശാസ്ത്ര ലോകത്തിന് പോലും ശരിയായ അറിവില്ലാത്ത ഒരു ആശ്ചര്യം നിറഞ്ഞ നിഗൂഢതയാണിത്. ഒരു കോമ്പസ് പോലെ ഭൂമിയുടെ കാന്തിക ക്ഷേത്രം ഉപയോഗിച്ച് സാൽമൺ നാവിഗേറ്റ് ചെയ്യുമെന്ന് ശാസ്ത്രജ്ഞർ വിശ്വസിക്കുന്നു. പ്രത്യുൽപാദനത്തിനും അവർ വന്ന നദി കണ്ടെത്തേണ്ട സമയമാകുമ്പോൾ അവർ സ്വന്തം അരികിലേക്കുള്ള വഴി കണ്ടെത്താൻ മണം ഉപയോഗിക്കുവാൻ തുടങ്ങുന്നു. ചെറിയ മത്സ്യക്കൂട്ടങ്ങളായി കടലിലേക്ക് കുടിയേറാൻ തുടങ്ങുമ്പോൾ അവർ അവരുടെ സ്മെൽ മെമ്മറി ബാങ്ക് നിർമ്മിക്കുന്നു. ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ സാൽമൺ ഓട്ടമാണ് യൂക്കോൺ നദിയിലേത്. ഏറ്റവും കൂടുതൽ ദൂരം സഞ്ചരിക്കുന്ന ഇവിടെ ജനിക്കുന്ന സാൽമൺ മത്സ്യങ്ങൾ ഒഴുക്കിനെതിരെ 3200 കിലോമീറ്റർ നീന്തുന്നു. പ്രായപൂർത്തിയായ സാൽമൺ മത്സ്യം ഓരോ വർഷവും പുനരുത്പാദനത്തിനായി അവരുടെ ജന്മനദിയിലേക്ക് ദീർഘയാത്ര നടത്തുന്നു. അതും ഒരിക്കൽ മാത്രം. വളരെ ചുരുക്കം മീനുകൾക്കാണ് ഒന്നിലധികം തവണ ഇങ്ങനെ യാത്ര ചെയ്യാൻ കഴിയുന്നുള്ളൂ. 5 ഇനം പസഫിക് സാൽമണുകൾ, അതായത് ചിനൂക്ക്, ചം, കോഹോ, പിങ്ക്, സോക്കി എന്നീ ഇനത്തിൽപ്പെട്ട സാൽമണുകൾക്ക് ദുഷ്കരമായ ഈ യാത്ര കാലത്തിനും സമയത്തിനും പുഴയുടെ ഒഴുക്കിനും എതിരായ ഓട്ടമാണ്. അത് ക്ഷണികമായ പ്രണയത്തിലും ഒടുവിൽ മരണത്തിലും അവസാനിക്കുന്നു. മക്കൾക്ക് വേണ്ടി ദൂരങ്ങൾ താണ്ടി സുരക്ഷിതമായ സ്ഥലത്ത് എത്തിച്ചേരുകയും അവർക്ക് ജന്മം നൽകിയതിനു ശേഷം പലപ്പോഴും മരണം സംഭവിക്കുന്ന സാൽമണുകളും
വഴികാട്ടികൾ ഇല്ലാതിരുന്നിട്ടും കൃത്യമായി അവരുടെ വാസസ്ഥലമായ കടലിൽ എത്തിച്ചേരുകയും പിന്നെയും അടുത്ത തലമുറയ്ക്കായി ഇതേ ദൂരം വീണ്ടും താണ്ടുകയും ചെയ്യുന്ന സാൽമൺ കുഞ്ഞുങ്ങളും പ്രകൃതിയുടെ അത്ഭുതകരമായ പ്രതിഭാസങ്ങളിൽ ഒന്നാണ്. ഇതുപോലെയുള്ള കൗതുകകരമായ വിവരങ്ങളും വീഡിയോകളും കൂടുതൽ അറിയുവാനും കാണുവാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.